ഹലോ കൂട്ടുകാരെയൊക്കെ അതിൻ്റെ ഏതൊട്ടത്തിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക്, കമൻറ്റ് ഒന്നും മറക്കല്ലേ. ന്യൂ ഇയർ ആഘോഷത്തിനുള്ള ചിക്കൻ വാങ്ങാനായിട്ട് ഇറങ്ങിയത്. അവിടെ ചെന്നപ്പോൾ ബംഗാളി ചേട്ടന് മലയാളം അറിയത്തില്ല, ഈ മലയാളിക്ക് ബംഗാളി അറിയത്തില്ല. ഈ മീൻകടയിലെ ചേട്ടൻ പിന്നെ എല്ലാം റെഡിയാക്കി തന്നത്. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ രാത്രി ആയപ്പോഴത്തേക്കും ഗ്രില്ല് ചെയ്യാനുള്ള നെറ്റെല്ലാം സെറ്റ് ചെയ്തിട്ട് അവിടെ കേതപ്പം കുത്തിയിരിക്കുകയായിരുന്നു. ഞാൻ മസാലയൊക്കെ പുരട്ടി വെച്ചത് ചിക്കൻ ഓരോന്നായിട്ട് പിറക്കി വെച്ചോണ്ടിരിക്കുകയാണ്. കേതപ്പന് ഇതൊക്കെ കണ്ടിട്ട് സഹിക്കുന്നില്ല. അവരെന്തെല്ലാം ഗോഷ്ഠികളാണ് കാണിക്കുന്നത്. ഇന്നലെ കേതപ്പനായിരുന്നു താരം. രാവിലെ തന്നെ ചിക്കൻ വാങ്ങി വെച്ചിട്ട് എല്ലാം മസാലയൊക്കെ പുരട്ടി സെറ്റാക്കി വെക്കാൻ പറ്റി. ഒരു 4-5 മണിക്കൂർ മസാല പുരട്ടി വെക്കാൻ പറ്റി. നമ്മുടെ ചേട്ടത്തി തന്നെ പണിപ്പുരയിലേക്ക് കയറിയിരിക്കുകയാണ്. കേതപ്പൻ എന്തൊക്കെയോ വന്ന് പറയുന്നുണ്ട്. ചേട്ടച്ചൻ അവിടെ നിൽക്കുന്നു, ബാക്കിൽ ഞാനും ലളിത ചേച്ചി എല്ലാവരും നിൽപ്പുണ്ട്. ആരും വെറുതെ ഒന്നും നിൽക്കില്ല, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളി നിൽക്കുക. കേതപ്പൻ എന്തായി കാണിക്കുന്നത്? ചിരട്ടയൊക്കെ എടുത്ത് വെച്ചിട്ട് ചേട്ടത്തി പുക എടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ചേട്ടന് സങ്കടം വന്നു. അങ്ങനെ ഞാൻ വീണ്ടും കയറി ഇതിലേക്ക് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തത്. പുകയൊക്കെ ഒരു വൈബാണെന്നൊക്കെ പറഞ്ഞിരുന്നത്. ഇവിടെ മൊത്തം പുകയുടെ അഭിഷേകം. ഇപ്പം എല്ലാവരും ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് പിള്ളേർ കളിക്കുന്നു, എന്നിട്ട് ചേട്ടൻ ഇവിടെ ഇരിക്കുന്നു. ഇത് കണ്ടോ, വീട് മൊത്തം കത്തി പുകയായ പോലെ ആയിപ്പോയി. ഭയങ്കര പുക. ഞാനവിടെ നിന്ന് നീറി ഉരുകിപ്പോയി. വൈബിന് വേണ്ടി ചെയ്തതാണ്, ഇപ്പം മൊത്തം വൈബായ ലക്ഷണമാണ്. അതിനുശേഷം ചോദിക്കും, മര്യാദയ്ക്കായി എയർ ഫ്രയറിൽ ചെയ്താൽ പോരായിരുന്നു എന്ന്. അപ്പം ഞാനാ പറഞ്ഞത്, പുകയൊക്കെ വന്നാലേ ന്യൂ ഇയറിൻ്റെ ഒരു വൈബ് കിട്ടത്തുള്ളൂ, അതുകൊണ്ട് ഇങ്ങനെ ചെയ്യാൻ നടുമുറ്റത്ത് തന്നെ ഇരുന്നെല്ലാം നമുക്ക് സെറ്റാക്കാമെന്ന്. ഇവിടെ നിന്ന് തന്നെ ഫുഡ് കഴിക്കാനാണ് ഞങ്ങളുടെ പ്ലാന്. അതിനായിട്ട് പായൊക്കെ വിരിച്ചിട്ട് നമ്മൾ പ്ലേറ്റൊക്കെ നേരത്തെ വെച്ചിട്ടുണ്ട്. അതിനിടയ്ക്ക് പുകയുടെ അപ്പുറത്ത് ചേച്ചി ഇരുന്ന് എന്താ ചെയ്തതെന്ന് ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? ചേച്ചിയുടെ ബാക്കിലുണ്ട് ഗ്രില്ല് ചെയ്ത് മാറ്റി വെച്ച അത്രയും ചിക്കനും. അത് അവൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി ഞങ്ങളിങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥ. അകത്ത് ചില്ലിങ് തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും വൈൻ പൊട്ടിച്ചു. ഞാനും വന്നു, എനിക്കും അതുകൊണ്ട് ഇത്തിരി കിട്ടി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്ത് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സാധാരണ വാങ്ങുമ്പോൾ ഒരു വല്ലാത്ത കയ്പോ അല്ലെങ്കിൽ എന്തോ പോലെ. ഇത് നല്ല ടേസ്റ്റുള്ള വൈനായിരുന്നു. ചേച്ചി ചോദിക്കുക, ഇതൊക്കെ യൂട്യൂബിൽ വരുമോ എന്ന്. അവിടെ അങ്ങനെ ഫുഡൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി എല്ലാവരും കഴിക്കുകയാണ്. എല്ലാവർക്കും കഴിക്കുന്ന വീഡിയോ ഒക്കെ എടുക്കാൻ നടന്നത് കാരണം എൻ്റെ മാത്രം വീഡിയോ ഇല്ല. അതുകൊണ്ട് ലളിത ചേച്ചി മാറി മൂലയ്ക്ക് കുത്തിയിരിക്കും. ഞങ്ങളെല്ലാവരും വഴക്ക് പറഞ്ഞത്. ദാണ്ട് ചേട്ടത്തിരുന്ന് വെട്ടിയടിക്കുന്നു, ചേട്ടൻ നിൽക്കുന്നു. കേതപ്പം പിന്നെ വെറുതെ ഇരിക്കുന്നു, കഴിക്കുമല്ലോ, അവന് കഴിക്കാൻ താല്പര്യമില്ലല്ലോ. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതാണ്ട് ഇനി കമ്പിത്തിരിയും അതും ഇതൊക്കെ കത്തിച്ച് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം തന്നെ 12:15 കേട്ടോ. ഞങ്ങൾ കഴിച്ചപ്പോൾ 12 മണി കഴിഞ്ഞായിരുന്നു. ന്യൂ ഇയർ സമയത്ത് ഞങ്ങൾ കഴിക്കുകയായിരുന്നു. അതെല്ലാം കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഇതെല്ലാം പൊട്ടിക്കുന്നത്. എല്ലാവരും കൂടി നല്ല രസമായിരുന്നു. പിന്നെ എല്ലാവരും കൂടുമ്പോഴല്ലേ ഒരു സന്തോഷമുള്ളൂ. അപ്പോൾ അങ്ങനെ എല്ലാവരും പോവാണ്. അപ്പോൾ ടാറ്റ ബൈ ബൈ ഓക്കെ പറഞ്ഞ് എല്ലാവരും പോയി. അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ. ഇനി അടുത്ത വർഷം കാണാം.